I would like to make an announcement before we proceed further. The result of the test conducted in the morning will be announced just at the end of this program. 8 of the top scorers will be awarded trophies and gifts by Malayalam Manorama. 25 of the winners will be awarded scholarships. 150 of the top scorers will be given free subscription of the week for a year. All the names will be announced at the end of the program, so all the students, all those who have appeared for the test and failed are requested to stay back till they know the result. I welcome our DCP, Srimati R. Nishantini, to address the gathering. Respected Rishiraj sir, respected Alphonse sir, Rajamanandam, Shri Thomas Reddy, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കഥ പറഞ്ഞു. ഞാൻ പറയണോ? വേണമല്ലേ? വേണം. ശരി, ചുരുക്കം പറയാം. എന്റെ കഥ കൂടുതൽ നീളമാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ലേഡിയാണല്ലോ. അപ്പൊ ഫീമെയിൽ ആകുമ്പോൾ ഒരുപാട് കഥയൊക്കെ പറയാനുണ്ടാവും. എന്നാലും പറ്റുന്ന രീതിയിൽ കുറച്ച് ചുരുക്കം പറയാം. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, നിങ്ങൾ വളരെ ലക്കിയാണ്. രാജമാണിക്കും പറഞ്ഞതുപോലെ തന്നെ. കാരണം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വളരെ ലക്കിയാണ്. കാരണം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഓഫീസറെ നേരിട്ട് വളരെ അടുത്ത് കാണുന്നത് ഞാൻ യൂണിഫോം ഇട്ട് മിററിൽ കാണുമ്പോഴാണ്. അതുവരെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. So now you have the star of Kerala here. സാറിന് ഒരുപാട് ഫാൻസ് കൊണ്ട് എനിക്ക് ഭയങ്കര അസുഖയാണ്. കാരണം വന്നിട്ട് ഞാനും സാറെ പോലെ ഒരാളാവണം. ലൈക്ക് അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ മോട്ടീവ്. കാരണം നമ്മൾ എപ്പോഴും once when you achieve the position, you should never sleep. ഞാൻ എത്തിക്കഴിഞ്ഞു, സുഭദ്രാണ് IPS കിട്ടി, എല്ലാം. പക്ഷെ നമുക്ക് അടുത്ത ഒരു ടാർഗറ്റ് ഉണ്ട്. അതാരാ? ഋഷിരാജ് സാറാണ്. ഋഷിരാജ് സാർ എല്ലാവരും ഭയങ്കര ഫാനാണ്. ഒരുപാട് ഫാൻസ് ക്ലബൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും അദ്ദേഹത്തിന്റെ സർവീസ് വരുമ്പോൾ എനിക്കും അങ്ങനെ ഫാൻസ് ക്ലബ് ഉണ്ടാകണം, അതിന്റെ പ്രവർത്തനത്തിൽ വേണം ഉണ്ടാകാൻ എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ, ഒരു കമ്മിറ്റ്മെന്റ് എന്റെ അടുത്ത്, ഒരു ആഗ്രഹം, ഒരു ആശങ്ക എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അദ്ദേഹം ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് ശരിയില്ല. അതുപോലെ അങ്ങനെ ഒക്കെ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കാണാൻ കിട്ടിയത് വളരെ 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 ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ my dream started at the age of 3 or 4. I hope you all read newspaper. കാരണം ഒരുപാട് പഠിച്ചിട്ടായിരിക്കും. 3 or 4 എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ് എന്താവും എന്ന്. എല്ലാവരും വീട്ടിൽ വരുന്നവരെല്ലാം ചോദിക്കില്ല, എന്താ മോളെ എന്ത് പഠിച്ചാവും എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മോൾ IAS ആവും. IAS എഴുതാൻ പോലെ അറിയില്ല, പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ സംസാരിക്കാൻ തുടങ്ങിയതേ അപ്പൊ IAS ആവും. അപ്പൊ വീട്ടിലുള്ളോ IAS ആവോ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ആഗ്രഹം, നമ്മളെന്തോ വലിയ കാര്യമാണ് പറയുന്നുള്ള ഒരു തോന്നും. അപ്പൊ എല്ലാവരും വരുമ്പോൾ കുറച്ച് ചോദിക്കും. ചിലപ്പോ കുറച്ച് വളർന്നു വരുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ വീട്ടിൽ ആരെങ്കിലും വന്നത് ഞാൻ ഇപ്പൊ പോയി പറയും. ബിക്കോസ് I didn't know that IAS means a lot. But I thought IAS എന്ന് പറയുമ്പോൾ അവരെല്ലാം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ അപ്രിസിയേഷനാണ് എനിക്ക് ആ ചിത്രത്തിൽ വലിയ കാര്യമായിരുന്നു. ഞാൻ ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ നേരെ പോയി ചെയ്യുന്നത്. അവരുടെ പോയി എങ്ങോട്ട് പറയുമായിരുന്നു, ഞാൻ IAS ആവും, ഞാൻ കളക്ടർ ആവും, ഞാൻ ഈ കാർ ലൈറ്റ് വിട്ട് കാറിലൊക്കെ പോകും, എന്റെ പൈയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആളുണ്ടാവും എന്ന് ഒരുപാട് പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ. കാരണം അതാണ് നമ്മുടെ ശ്രദ്ധയിൽ. നമുക്കറിയത്തില്ല ഈ IAS പറഞ്ഞാൽ എന്തായാലും. സോ ദാറ്റ് വാസ് ദ ടൈം when I started dreaming. അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചാൽ അതിനുശേഷം ഒന്നുമില്ല. ഈ ഡ്രീം മാത്രമേ ഞാൻ എന്റെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്കൂളിലും 10th പഠിക്കുമ്പോൾ ഞാൻ ടൗൺ മീഡിയത്തിലാണ്, ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ 10th പഠിക്കുമ്പോഴും 12th പഠിക്കുമ്പോഴും പുതിയതായിട്ട് 10th കഴിഞ്ഞിട്ട് 11th പോകുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ എന്താ, എല്ലാവരും എന്നിട്ട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യും, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും എനിക്ക് IAS ആണ്. അപ്പോൾ 12th കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ 3 സീറ്റാണ്, മെറിറ്റിലാണ് പോയത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര സ്കൂളിലാണ്, എന്റെ ഡിസ്ട്രിക്റ്റിലുള്ള നല്ല സ്കൂൾസിൽ വന്നതാണ്. ആദ്യം തമിഴ് മീഡിയത്തിലൊന്നും പോയത് 3 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ചോദിച്ചു, ആദ്യം ടീച്ചേഴ്സ് വരുമ്പോഴൊക്കെ എനിക്ക് എന്ത് പഠിക്കണം എന്താവും
എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരും പറയുന്നത്, ഞാൻ TCS ഒരു നല്ല ജോലി വേണം, വിപ്രോയിൽ നല്ല ജോലി വേണം, ഇൻഫോസിസിലാകണം, IBM കയറണം, MBA കഴിയണം, US പഠിക്കണം എന്നൊക്കെയാണ്. പക്ഷെ അവിടെ എന്റെ ക്ലാസ്സിൽ 63 പേരുണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു വേണ്ടിയിട്ട് IAS ആകണം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഞാൻ കളിയാക്കി, നീ IAS ആകാനാണ്, അത് നടക്കും എന്നുള്ളത് തോന്നാണ് എല്ലാവരുടെ മനസ്സിൽ. ആ ആശയം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. കാരണം ആ 3 ലെറ്റർ അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഈവൻ ആഫ്റ്റർ പാസിംഗ് +2 അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, IAS ആകണം, IAS ആകണം. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വായിക്കും, അത് അമ്മ പറഞ്ഞു കൊടുക്കും, ന്യൂസ് പേപ്പർ വായിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ചെയ്യും. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വേറെ ജോലിക്കൊന്നും പോകാനാണ് പറഞ്ഞത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. എക്സാം എഴുതിയപ്പോൾ ഭയങ്കര എന്റെ ലൈഫിൽ ഞാൻ ഫെയിലിയറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ രാജമാലിയൊക്കെ പോലെ പറഞ്ഞു വിട്ട സ്റ്റുഡന്റ് അല്ല ഞാൻ. നല്ല സ്റ്റുഡന്റാണ്. എന്റെ സ്കൂളിലെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റാണ്. ഇപ്പോഴല്ലേ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ലോ, വീട്ടിൽ പോയി ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അപ്പൊ എനിക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് സിമ്പിൾ ഫോർ മീ. എല്ലാം എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. അതൊരു ചുമ്മാ നോട്ട് എ കോൺഫിഡൻസ്. ഞാൻ പഠിത്തത്തിൽ നല്ല കുട്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഐഡിയയായിട്ട് കിട്ടിയതാണ് ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ചിന്തിച്ചു, IAS പറയുന്ന ഒരു സംഭവം സാധാരണമായ ഒരു വിഷയമല്ല. നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാത്രം നമുക്ക് കിട്ടാൻ പോകുന്നതല്ല. അപ്പോ അതെക്കുറിച്ച് ചിന്തിക്കണം, അതെക്കുറിച്ച് അതിന് എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ നോക്കണം, അത് അന്വേഷിച്ച് പോകണം, എവിടെയൊക്കെ കിട്ടണം, എവിടെ പോയി. അതുപോലെ റൈവാളിയും പറഞ്ഞതിന്റെ എല്ലാം റെഡി അവൈലബിൾ ആണ്. ഞാൻ പുള്ളിക്കാരും എല്ലാം അങ്ങനെയാണ് പഠിച്ചത്. എല്ലാം അന്വേഷിച്ച് സ്വന്തം പോകണം, എവിടെയാണ് ഒരു ബുക്ക് കിട്ടുമോ. NCERT ബുക്ക് പോലും കിട്ടാതെ, NCERT ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ CBSE പഠിക്കുന്നതല്ലേ NCERT ബുക്ക്, അതുപോലും കിട്ടാതെ. കാരണം അത് ഡൽഹിയിൽ നിന്ന് വേഗം വരാണ്, ചെന്നൈയിൽ നിന്ന് വേഗം വരാണ്. ചെന്നൈയിൽ പോയി വാങ്ങിച്ചെടുത്ത് തരാൻ ആളില്ല. നമ്മുടെ ഈ പഴയ പുസ്തക കടയിലൊക്കെ NCERT ബുക്ക് ഉണ്ടോ നോക്കി അന്വേഷിച്ച് നടന്ന് കിട്ടുന്ന ബുക്കിൽ ജെറോക്സ് എടുത്താണ് ഞങ്ങൾ NCERT ബുക്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് പഠിച്ചത്. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇച്ചിരി ഒരു കോൺഫിഡൻസ് ഒക്കെ വളർത്തി, കുഴപ്പമില്ല, ഫെയിലായി. ഇനി വെറുതെ വിശ്വസിക്കല്ലേ, എനിക്ക് ഒരുപാട് ഇതുണ്ട്, കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് നമ്മൾ വളർത്തിയാൽ മാത്രമേ ആ കഴിവ് കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സെക്കൻഡ് ടൈം എഴുതി. ഫസ്റ്റ് ടൈം എഴുതിയപ്പോ എല്ലാവരും സമൂഹത്തിലെല്ലാവരും ഇതൊന്നും നമ്മളൊന്നും പറ്റൂല, നമ്മളെ ഇതെന്തിനാ ചുമ്മാ വെറുതെ, ഞാൻ വെറുതെ ഇരിക്കുവല്ലേ, അതുകൊണ്ട് ഞാൻ എഴുതുന്നത് അതിന് പറഞ്ഞിട്ടാണ് എഴുതിയത്. സെക്കൻഡ് ടൈം എഴുതി, സെക്കൻഡ് ടൈമും തോറ്റു. തേർഡ് ടൈം എഴുതി. അപ്പൊ സെക്കൻഡ് ടൈം എഴുതി തോറ്റപ്പോ എല്ലാവരും പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മോൻ എന്നാ 2 കൊല്ലം വേസ്റ്റ് ചെയ്യുന്നു, ചുമ്മാ വീട്ടിൽ അമ്മയൊക്കെ അച്ഛൻ പാവം റിട്ടയർ ആകാൻ പോവുക, നിന്ന് കല്യാണം കഴിച്ചു വിട്ട് അവരുടെ ഭാഗം കുറയല്ലേ, നീ അല്ലെങ്കിൽ ജോലിക്ക് പോയില്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരുന്നിട്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പറഞ്ഞു. അപ്പോ അമ്മ പറഞ്ഞില്ല, ഞാൻ പഠിക്കട്ടെ അതെ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യവും തോറ്റു. അപ്പൊ അമ്മ പറഞ്ഞു, എന്നാ ശരി, അവർ പറയുന്നതാണല്ലോ ശരി, നീ ശരിയല്ലല്ലോ, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കാം, ഒന്നാം കല്യാണം കഴിക്കണം, ഇല്ലാതെ ഇനി എന്നെ കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റൂല എന്ന് അമ്മയും മണം വിട്ടു. അപ്പൊ നാട്ടുകാരെല്ലാം മൊത്തം തിരിഞ്ഞു. തോറ്റു എന്ന് പറഞ്ഞാൽ ആദ്യം പ്രിലിംസിൽ ജയിച്ചു, പിന്നെ എനിക്കാണ് തോറ്റു. അപ്പൊ പിന്നെയാണ് ഫോർത്ത് അറ്റംപ്റ്റ് വന്നപ്പോ പ്രിലിംസിൽ വിജയിച്ചു. അപ്പൊ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസിൽ വിജയിച്ചില്ല, എന്നിട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ മെയിൻസും വിജയിച്ചു. അപ്പൊ എല്ലാവരും മെയിൻസ് പോവാം, പക്ഷെ ഡൽഹിക്ക് പോകുമ്പോൾ അവിടെ എല്ലാം മിസ്സിംഗ് ആണ്. ഈ IAS മക്കൾ മാത്രമേ IAS ആവുള്ളൂ. നമ്മളെപ്പോലെ താഴെയുള്ള ആൾക്കാർക്ക് ആർക്കും ആവില്ല. കാരണം ഇന്റർവ്യൂവിൽ അവരെല്ലാം പറഞ്ഞു കൊടുക്കും, ഇന്ന മാർക്ക് ഇവർക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നുള്ള നമുക്കൊന്നും അറിയില്ലല്ലോ, ഡൽഹിയിൽ പറഞ്ഞാൽ തന്നെ അറിയില്ല ആൾക്കാർ. അപ്പൊ അവർ പറഞ്ഞത് അവിടെ എല്ലാം പറഞ്ഞ് അത് ഈ സമയം തന്നെ അവർ സീറ്റെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മോൾ ഇന്റർവ്യൂ ചുമ്മാ പോയിട്ട് വന്നാൽ മതി, ആദ്യമായിട്ടാണ് ഡൽഹി പോകുന്നത്, ഇന്റർവ്യൂവിൽ പോയിട്ട് വന്നാൽ മതി, ഇതിൽ വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിന് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു 10% ആൾക്കാരെ പറഞ്ഞു നമ്മൾക്കൊന്നും പറ്റും എന്നിട്ട് ഇന്റർവ്യൂ പോയിട്ട് വന്നു. അപ്പൊ റിസൾട്ട് വന്നപ്പോ ക്വസ്റ്റ്യൻസ് ഇല്ല, ICS കിട്ടി. അപ്പൊ എല്ലാം
നമുക്ക് എതിരെ സംസാരിച്ച് ഇത്രയും ആൾക്കാർ, ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ടായിരുന്നല്ലോ. അവരെല്ലാം ഓടി വന്ന് ഇനി അറിയാം, മോള് കഴിവില്ലാതാ, ഇനി അറിയാം, ഇനി പഠിച്ചിരിക്കുക, ഇത് ചെറുപ്പമൊക്കെ അല്ലേ, എനിക്ക് ഭയങ്കര മുടിയായിരുന്നു, പെരുത്തിൽ ഭയങ്കര മുടിയായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലോട്ട് ഇവരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു അല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിക്കും. അപ്പൊ അമ്മയും ഒരുപാട് തരത്തിലായിരുന്നു. മോൾക്ക് ഞാൻ എവിടെ കല്യാണം പോയാലും വീട്ടിലെല്ലാവരും ചോദിക്കും, കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ മോൾ ജോലി പോകുന്നില്ലേ? ഇല്ല. എന്നാ കല്യാണം കഴിച്ചൂടെ? ഇല്ല, അത് പഠിക്കുമോ? ചുമ്മാ കല്യാണം അയ്യേതയ്യേത് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു അയ്യേതൊക്കെ കണ്ടിട്ടുള്ളൂ എന്നുള്ള ഒരു അമ്മയുടെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മതി. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ വന്നത്. അപ്പൊ ഇപ്പോ ഇത് പാസ്റ്റ്. സോ നൗ ഐ വാണ്ട് ടു ടെൽ സംതിങ് ടു യു. പ്രീവിയസ് ആയിട്ട് നിശാന്തിന് എങ്ങനെയായിരുന്നു, പ്രസന്റ് ആയിട്ട് നിശാന്തിന് എങ്ങനെയായിരുന്നു. അപ്പോ ഐ ഗെയിൻ ലോട്ട് ടു റിസർച്ച്. ഇത് വന്ന ശേഷം പേഴ്സണലി ആൻഡ് എംപവർ എന്നുള്ള രീതിയിൽ സോഷ്യലി ഇക്കണോമിക്കലി ഒരു ചെറിയ പേപ്പർ ജെറോക്സ് എടുക്കണമെങ്കിലും ഒരു ബസ്സിൽ കയറി പോകണമെങ്കിലും അമ്മയോട് അച്ഛനൊരു 5 രൂപ വേസ്റ്റ് ആവും എന്ന് നടന്ന കാലങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ നോക്കുക. അച്ഛൻ പൈസ ഒക്കെ തരും, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നാലും നമ്മൾ ഒരു വ്യത്യസ്തമുണ്ടല്ലോ. ഇന്നൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ഇൻ മൈ ഫാദേഴ്സ് മണി. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ഫാദേഴ്സ് മണി. ഒരു സമയം വരെ എന്റെ അച്ഛനെ ഞാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്റെ അച്ഛന്റെ പേര് എന്റെ ഇനിഷ്യലാണ്. അതിനുശേഷം അതായത് ആ ഇനിഷ്യൽ എന്റെ റെസല്യൂഷനാണ്. അതിനുശേഷം എന്റെ കടപ്പാടെന്നാണ് ഞാൻ എന്റെ അച്ഛനെതിരെ ഒരു മുഖമായിട്ട് മാറണം. എന്റെ പേര് വിളിച്ച് വേണം എന്റെ അച്ഛൻ അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അച്ഛന് പൈസ വേസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ അതിനുശേഷം എക്കണോമിക്കലി ഐ ബിക്കേം ഇൻഡിപെൻഡന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എന്റെ സോഷ്യലി പേഴ്സണലി. അതായത് എനിക്ക് നേരത്തെ ഒന്നും ധൈര്യമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് വളരെ മാറി നിൽക്കുന്ന പഠിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ബുക്ക് നോക്കി വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല, അതിനൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. അപ്പൊ ഇപ്പോ ഏത് രീതിയിലും ഏത് സാഹചര്യത്തിലും എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പൊ നേരത്തെ ഒക്കെ ചിന്തിക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ അത് പറഞ്ഞാൽ തെറ്റായിരിക്കും എന്നുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇപ്പോ തെറ്റായാലും ശരിയായാലും എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയും എന്നുള്ള ഒരു ധൈര്യം എന്റെ മനസ്സിലുണ്ട്. ഒന്നും പേടിയില്ല, നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമില്ല. എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ഇന്നർ മോട്ടിവേഷൻ എന്റെ മനസ്സിൽ ഇപ്പോ ഉണ്ട്. ഇത് എന്റെ പേഴ്സണൽ ഗെയിനാണ്. കൂടാതെ പേഴ്സണലി ഓൾസോ ആയി ഒരു നല്ല ഈ സിവിൽ സർവീസ് വന്ന ശേഷം ഒരു നല്ല ഭർത്താവിനെ കിട്ടി. സോ പിന്നെ എന്റെ ഫാമിലി എന്റെ ഫാമിലി എന്റെ അമ്മ നേരത്തെ ഏതൊരു ഫംഗ്ഷന് പോകാൻ മടിച്ച അമ്മ ഇപ്പൊ ഫംഗ്ഷനിൽ പോയാൽ ഫസ്റ്റ് സീറ്റാണ്. ഇവിടെ ഇരിക്കും. ഐപിഎസ് നിങ്ങളുടെ മകളാണ്, ഐപിഎസ് ആണല്ലോ, ഇവിടെ ഇരിക്കും. മരുമകൻ അരിയനാണല്ലോ, ഇപ്പൊ കളക്ടറാണല്ലോ, എറണാകുളം കളക്ടറാണല്ലോ. എറണാകുളം വലിയ ജില്ലയിൽ കേരളത്തിൽ കളക്ടറിൽ എറണാകുളം മാത്രമാണ്. സോ ദേ ആർ സോ മച്ച് റിക്കഗ്നൈസ്ഡ് that you can't expect. അവർക്ക് വേറെ ഒന്നും വേണ്ട അച്ഛനും അമ്മയ്ക്കും. നമ്മൾ ഇത് ഞാൻ പെട്ട കൊച്ചാണ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് ഇന്നാളുടെ അമ്മയാണ് എന്ന് അറിയപ്പെടുന്നതാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആവശ്യം. അത് പിള്ളേരുടെ നിങ്ങൾ അത് നിങ്ങൾ നേടിക്കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെ വളർത്തുന്നത് സാധാരണമല്ല. ഇപ്പൊ ഞാൻ ഒരു കൊച്ചിനെ 1.5 വയസ്സായിട്ടില്ലേ ഞങ്ങളുടെ കൊച്ചിനെ. ഇന്നലെ 2 ദിവസമായി ഞാൻ വന്നത് കുറയില്ല. കാരണം നമ്മളുടെ പണിയാണ് 2 ദിവസമായിട്ട്. അപ്പൊ ഞാൻ നോക്കുക നമുക്ക് എത്രയും പണിയായി. എന്നും എന്റെ മുകളിൽ ചർച്ചയാണ്. 2 ദിവസമായി എന്റെ മുകളിലെ നൈറ്റ് ചർച്ചയാണ്. അപ്പൊ ഞാൻ ഉടുക്കുമാരുടെ വീട്ടിൽ കിടക്കും. ആ പുള്ളിക്കാരൻ പറഞ്ഞായിരിക്കും. അപ്പൊ ഞാൻ നോക്കുക അമ്മയും അച്ഛനും എന്തൊരു റോളാണ് നമ്മുടെ ജീവിതത്തിൽ. അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കും. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പൈസ ഉണ്ടാക്കി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള അവർ ആഗ്രഹിക്കില്ല. നിങ്ങൾ അവരെ നോക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ഈ പയ്യൻ നല്ലൊരു പയ്യനാണ്. ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പയ്യനാണ്. എന്റെ മകൻ നല്ല ഒരു പൗരനാണ് എന്ന് അറിയണം എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ ഒറ്റ വിഷയായിരിക്കും. വിഷ്ണു പറഞ്ഞ ആഗ്രഹമായിരിക്കും. അതെ, അത് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അത്രയും കഷ്ടപ്പാടാണ് ഒരു പിള്ളേരെ വളർത്തുന്നത്. നിങ്ങൾക്ക് വളർത്തി നല്ല സ്കൂളിലെ ഓരോ ദിവസം അമ്മ 8th കഴിഞ്ഞാൽ 10th കഴിഞ്ഞാൽ ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ എത്രയും പാടാണെന്ന് അറിയാം. 8th 10th കഴിയുമ്പോൾ പിന്നെ അതിന്റെ അഡ്മിഷൻ, 12th കഴിയുമ്പോൾ പിന്നെ കോളേജിൽ അഡ്മിഷൻ, കോളേജിൽ കഴിയുമ്പോൾ ഏത് ഡിഗ്രിയാണ് ഏത് ജോലിക്കാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് നമ്മളെ കുറിച്ച് മാത്രം
പിന്നെ ജീവനുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും, വേറാരും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ആ ഡ്രീം, നിങ്ങൾക്കിപ്പോൾ ഡ്രീം സിവിൽ സർവീസ് ആണ്. ആ ഒരു ഡ്രീം നമ്മൾ വളർത്തി ഒരു നല്ല ഒരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് നിങ്ങൾ സിവിൽ സർവൻ്റായിട്ട് മാറുവാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വേറെ 1 കോടി 10 കോടി 100 കോടി നിങ്ങൾ തിരിച്ചു കൊടുത്താലും അത് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു മണി. അപ്പൊ അത് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ച് എനിക്ക് ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് മീനിങ്ഫുൾ. വാട്ട് ഐ ആം ഡൂയിങ് ടുഡേ ഇസ് മീനിങ്ഫുൾ, ഫുൾ ഓഫ് മീനിങ്. ബിക്കോസ് ഒരുപാട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. സിവിൽ സർവീസ് വഴി ഇവർ പറഞ്ഞതുപോലെ യു ക്യാൻ ഡു ലോട്ട് തിങ്സ്, യു ക്യാൻ ചേഞ്ച് ലൈഫ്സ് ഓഫ് സോ മെനി പീപ്പിൾ, സോ മെനി പുവർ പീപ്പിൾ. 25 years ആണ് എന്റെ സർവീസ് കിട്ടിയത്. സോ ഐ ഫീൽ ദാറ്റ് വാട്ട് ഐ വാസ് till 25, that was that the society has grown up, society has given to me, but now it is time for me to give back to the society. ഞാൻ വളർന്നു ഈ സമൂഹത്തിന് ഇനി ഞാൻ എഴുതും, എന്റെ കയ്യിൽ എഴുതും, ഈ സമൂഹത്തിന് നന്നാക്കാനുള്ള കടപ്പാടാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. സാർ ചോദിച്ചു, ഈ സമൂഹത്തിനെ ഈ സിവിൽ സർവീസ് വരുമ്പോൾ നമുക്ക് കിട്ടിയ നട്ടലുള്ള ഓഫീസറാണ്. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ഒരു ഓഫീസറായിട്ട് മാറണം. അതുപോലെ ഈ ഒരു എന്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹമുണ്ട്, നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയാലും ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം ഈ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ജനനം ആൻഡ് മരണം, അല്ലേ? ലൈഫ് ആൻഡ് ഡെത്ത്. ഇതിനിടയ്ക്ക് ചിലവർക്ക് 10 ദിവസമായിരിക്കും, ചിലവർക്ക് 10 വർഷമായിരിക്കും, ചിലവർക്ക് 60 വർഷമായിരിക്കും, 70 വർഷമായിരിക്കും. പക്ഷെ വാട്ട് ഇസ് സക്സസ് ഇൻ ലൈഫ് ഇസ് വാട്ട് യു ഷുഡ് തിങ്ക്. മീനിങ് ഓഫ് ലൈഫ് യു ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് എന്റെ ജീവിതത്തിൽ മീനിങ് എന്താണ്. എന്റെ ജീവിതത്തിൽ ഞാൻ മീനിങ് ആയിട്ട് കണക്കിലാക്കുന്നത് ഞാൻ മരിക്കുമ്പോൾ എന്റെ കുടുംബം അല്ലാതെ ഒരു 10 പേരെങ്കിലും ഇവൻ നമ്മൾ വിട്ട് പോയല്ലോ എന്നുള്ള ഒരു കണ്ണി ആരെങ്കിലും കൊടുത്തിരിക്കുമെങ്കിൽ ഐ ഫീൽ ദാറ്റ് ഐ വിൽ സക്സസ്ഫുള്ളി എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളത്. അതായത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിരിയുമ്പോൾ അവരുടെ കണ്ണിൽ തീർച്ചയായിട്ടും കണ്ണീർ വരും. ആ ഒരു കണ്ണീർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നല്ല രീതിയാണ് ഈ സിവിൽ സർവീസ്, IPS IAS എന്ന് പറയുന്ന ഈ ഒരു സിവിൽ സർവീസ്. സോ കുട്ടിയെ ഒരു നല്ല ഒരു കരിയറാണ്. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റോ ഒരു സ്റ്റേറ്റസോ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന കാര്യങ്ങളോ അല്ലാതെ നമ്മൾ സമൂഹത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളോ വേറെ ഒരു ജോലി കിട്ടില്ല. വാട്ട് യു നീഡ് ഇസ് ദാറ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഡ്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു IAS. സോ ഇവിടെ ഒരു ബുക്കുണ്ട്, ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അഡ്വൈസിൽ പോയി വാങ്ങിച്ച് പഠിക്കണം. സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, യുവർ തോട്ട് ഹാസ് മോർ പവർ, യുവർ വേർഡ് ഹാസ് മോർ പവർ ദാൻ എനിത്തിങ് എൽസ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നടക്കും. അതായത് ഞാൻ ഇന്ന് ആവും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്നും നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ അതൊരു ഇന്നർ ഫയർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യമായി ആ ഒരു സംഭവമായി നിങ്ങൾ മാറും എന്നുള്ളത് ഒരു സംശയമില്ല. അപ്പോ ഹാവ് എ ഹൈ ഗോൾ ഇൻ യുവർ ലൈഫ്, ഹാവ് ഡിറ്റർമിനേഷൻ, ഹാവ് കറേജ്, ഹാവ് ഇന്നർ മോട്ടിവേഷൻ, ഇന്നർ ഫയർ മാത്രം ഇതിന്റെ കാര്യമില്ല. എവറി ടൈം യു ഷുഡ് ലിഫ്റ്റ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് യു ഷുഡ് മെയിൻറ്റെയിൻ ദ ഫയർ. ഓരോ പ്രാവശ്യം വരുമ്പോൾ മാറാൻ പാടില്ല, എന്നാൽ ഇത് നല്ലതാണ് അത് നല്ലതാണ് ഇതിന് മാറാൻ പാടില്ല. യു ഹാവ് സെലക്ടഡ് എ കരിയർ ആൻഡ് യു ഷുഡ് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. യു ഷുഡ് ഫൈൻഡ് ഓൾ ദ വേസ് ടു അച്ചീവ് ദ ഗോൾ. ഫോർ ദാറ്റ് ഫാമിലി സപ്പോർട്ട് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അമ്മയും അച്ഛനും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്താൽ കുട്ടികളെ കൊണ്ട് സാധിക്കാതെ ഒരു കാര്യവും ഇല്ല. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ദിസ് ഡിസ്റ്റൻസ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നു, 10 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ആയിരുന്നു. സോ ഇപ്പോഴത്തെ നിങ്ങൾക്ക് വരണം, ഇതേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഗോളായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വരുന്നത് ലോട്ട് ഓഫ് പെയിൻ ആൻഡ് ആ പെയിന് 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഒരു കരിയറാണ് കൊടുക്കാൻ പോകുന്നത്. Be determined, have courage in your mind, have confidence that you can do wonders in life, wonders in others' life. Thank you. Thank you, madam. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും മാഡത്തിന്റെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുമെന്നും എന്നും ഓർക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.